ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ആദിലയും നൂറ ലക്ഷ്മി ഇവർ മൂന്നുപേരും സംസാരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, എന്തായി നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ ഷാനവാസിനെ പിണക്കാൻ നോക്കണ്ട എന്ന് ആദിലയോട് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പം ആദില പറയുന്ന പുള്ളിക്ക് ഗെയിം എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾ നോമിനേറ്റ് ചെയ്തതിലാണ് പുള്ളിക്ക് ഇത്ര ദേഷ്യം. അപ്പം ലക്ഷ്മി പറയുന്നത് പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം 3 പേര് ഓപ്പൺ നോമിനേഷനിലായിരുന്നു. പിന്നെ മറ്റ് 3 പേര് ആരൊക്കെയാണെന്ന് പുള്ളിക്ക് അത് മനസ്സിലായി. അതിൻ്റെ ആ ഒരു വിഷമമാണ്, നിങ്ങൾ നോമിനേറ്റ് ചെയ്തതിൻ്റെ വിഷമമാണ്. നിങ്ങളെ പെങ്ങളെ പോലെ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ ഒരു പണി കൊടുത്തപ്പം പുള്ളിക്കത് വിഷമമായി. പുള്ളി ഒരു സത്യസന്ധനാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ആരുടെ മുഖത്ത് നോക്കിയും എന്തും തുറന്നു പറയാൻ പുള്ളിക്ക് മടിയില്ല. മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരാളല്ല എന്നൊക്കെ ലക്ഷ്മി ഷാനവാസിനെ പൊക്കി പറയുന്നു. അതുമല്ല, നിങ്ങൾ ഷാനവാസുമായിട്ട് പിണങ്ങുന്നത് അത്ര നല്ലതല്ല. കാരണം ഷാനവാസിന് പുറത്ത് നല്ല പിന്നെ സപ്പോർട്ടുണ്ട്. കാരണം അത് ലക്ഷ്മിക്ക് അറിയാമല്ലോ, വൈൽഡ് കാർഡായിട്ട് വന്നതുകൊണ്ട് ലക്ഷ്മിക്ക് അറിയാം എത്രത്തോളം സപ്പോർട്ട് ഷാനവാസിനുണ്ടെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പിണങ്ങാനും വഴക്കിടാനും പോകണ്ട. അപ്പോൾ അതിൽ പറയുന്നത്, അയാൾ നല്ല മനുഷ്യനായതുകൊണ്ടാണ് ഞങ്ങൾ അയാളെ ബ്രദറായിട്ടും ഫാദറായിട്ടൊക്കെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അടുപ്പിക്കത്തില്ലായിരുന്നെന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മി ഷാനവാസിനെ പുകഴ്ത്തി പറയാണ്. കാരണം ലക്ഷ്മിക്ക് ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കണം. അതിനിപ്പോൾ അനീഷിനെയും വലിയ സപ്പോർട്ട് ചെയ്തൊക്കെയാണ് ലക്ഷ്മി സംസാരിക്കുന്നത്. പ്രേക്ഷക സപ്പോർട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത് കാരണം ആ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയാണ്, പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് ലക്ഷ്മി നോക്കുന്നത്. ഇപ്പോൾ ലൈവിൽ ലക്ഷ്മി വലിയ രീതിയിൽ ഉപദേശമാണ് ആദിലൊക്കെ നൂറൊക്കെ കൊടുക്കുന്നത്, ഷാനവാസിനെ പിണക്കണ്ടെന്നും പറഞ്ഞ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.